ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തനംതിട്ട സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നന്ദും അനിയും അതുപോലെ തന്നെ നവീനും കൂടിയാണ് കസേര കളിയിൽ അവസാനം വരുന്നത് കേട്ടോ. ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക, അതായത് കനകയും അതുപോലെ തന്നെ ഗോവിന്ദനും പ്രാർത്ഥിക്കുന്നത് നവീനും അതുപോലെ തന്നെ നന്ദും അവസാന റൗണ്ടിൽ അവർ തന്നെ വിജയിക്കണമെന്നാണ്. അതുപോലെ തന്നെ ജലജയും അതുപോലെ തന്നെ ആ, ജാനകിയും വിചാരിക്കരുത് അനി അതുപോലെ തന്നെ അവിടുന്ന് ഔട്ടായി പോയാൽ മതിയായിരുന്നു, അവസാനം അവർ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. ഈശ്വരൻ അവസാന റൗണ്ടിൽ ഒരിക്കലും അനി നന്ദു ഒരുമിച്ച് വരല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നവീനാണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, അനി നന്ദു തന്നെ അവസാന റൗണ്ടിൽ വരണം. അതിനുവേണ്ടി താനൊന്ന് തോറ്റു കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. കോടതിയിൽ ഇതുവരെ തോൽവി എന്നത് താൻ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷേ താനിപ്പോ തോൽവി അറിയാൻ വേണ്ടി പോവാണ്, മനഃപൂർവ്വം തോറ്റു കൊടുത്തത് കൊണ്ട് എന്നിങ്ങനെ നവീൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവീനും നന്ദും അനിയും കൂടിയിട്ടാണ് അവസാന റൗണ്ട് കസേര കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നവീന് ആ സീറ്റിൽ ഇരിക്കാം, പക്ഷെ നവീൻ അവിടെ ഇരിക്കുന്നില്ല. ആ സീറ്റ് അനിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാണ് നവീൻ. മറ്റുള്ളവർക്ക് ആർക്കും സംശയമില്ലെങ്കിലും നമ്മുടെ മൂർത്തി മുത്തശ്ശന് അത് മനസ്സിലായിട്ടോ. അങ്ങനെ നവീൻ അയ്യോ ഞാൻ തോറ്റുപോയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഒരേ ഒരു കസേര, അതിനു വേണ്ടി നമ്മുടെ നന്ദും അനിയും കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈശ്വരാ, ആ അനിയുടെ മടിയിലൊന്നും കയറി ഇരിക്കല്ലേ അവള് എന്ന് കനക പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അത് തന്നെയാട്ടോ സംഭവിക്കുന്നത്. നമ്മുടെ അനി ഇരിക്കുമ്പോൾ അതിന്റെ മടിയിലായിട്ടാണ് നന്ദു ഇരിക്കുന്നത്. നന്ദു വീഴാതിരിക്കാൻ വേണ്ടി അനി ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം കാണുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കോ ആ നവ്യക്കോ നയനക്കൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടെ ദേവിയായിരിക്കുക. അപ്പൊ തന്നെ ജാനകി വരുന്നുണ്ട്. എടാ അവൾ അവിടെ നിന്ന് വിടടാ, ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അവന്തിക പറയട്ടെ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് അതൊക്കെ പറഞ്ഞിട്ട് അവന്തിക പിണങ്ങി മുകളിലേക്ക് പോവാട്ടോ. അനു പറയട്ടെ ഒരു മത്സരം ആവുമ്പോഴേക്കും ആരെങ്കിലും ഒരാളല്ലേ വിജയിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ വിജയിച്ചു. അത് നീ വിജയിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ, കസേരയിൽ രണ്ടുപേരിരുന്നല്ലോ എന്ന് മുത്തശ്ശ പറയട്ടെ. അതുകൊണ്ട് മുത്തശ്ശന്റെ വക സമ്മാനം രണ്ടുപേർക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും സ്വർണത്തിന്റെ മോതിരം സമ്മാനമായിട്ട് കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചേർന്നിട്ട് അനിക്കും നന്ദൂരും കൂടി ചേർന്നിട്ട്. ഇതൊന്നും തന്നെ കനകക്കും ഗോവിന്ദനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈശ്വര, ആ നവീൻ മോൻ എന്ത് വിചാരിച്ച് കാണുമെന്നോ എന്നൊരു ടെൻഷനാണ് നമ്മുടെ കനകക്കും അതുപോലെ തന്നെ ഗോവിന്ദനും. അങ്ങനെ ഓണപരിപാടി കഴിഞ്ഞു, വടംവലി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. അവസാനം അനിക്കാണെങ്കിൽ നമ്മുടെ നന്ദൂരോട് സംസാരിക്കാതിരിക്കാനേ പറ്റുന്നില്ല. പക്ഷെ നവീൻ ഇതൊക്കെ മനസ്സിലായിട്ടോ. നവീൻ മനഃപൂർവ്വം രണ്ടുപേർക്കും ഒരു പണി കൊടുക്കുക, രണ്ടുപേരും പെട്ടെന്ന് സംസാരിക്കണ്ട എന്ന് കരുതിട്ട് അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുവാണ് ചെയ്യണത്. അങ്ങനെ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്, നവീൻ പോകുന്നുണ്ട്. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഓണസദ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും ജലജയെടുത്ത് അഭി പറയണ്ട, അഭി ഇത് നല്ലൊരു അവസരമാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് പേര് ഈ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ അനകൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും പെട്ടെന്ന് നമ്മളാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എല്ലാമേ അനഘേനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അടുത്തോണത്തിന് അവളുടെ ചരമവാർഷികം ആഘോഷിക്കണം. ഇതൊക്കെ നടക്കൂടെ പോലെ? നമ്മൾ എത്രയോ പ്രാവശ്യം ഇതുപോലത്തെ ഒരുപാട് ഐഡിയകളൊക്കെ ഉണ്ടാക്കിയതാണ്, എന്നിട്ട് ഒന്നും തന്നെ നടന്നില്ല. അമ്മേ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ, എനിക്ക് ഉറപ്പുണ്ട്. അനഘേനെ എങ്ങനെയെങ്കിലും കിടത്തിയേ പറ്റൂ. അവള് ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, അമ്മ കണ്ടില്ലേ? നാളെ അവള് സംസാരിക്കുകയോ ചെയ്യും. സംസാരിച്ചു കഴിഞ്ഞാൽ അവള് പറയൂ ഞാനാണ് അവളുടെ കുഞ്ഞച്ഛനത്. അതോടുകൂടി തന്നെ തീരും അമ്മയല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ തളർത്തി കിടത്തണം, അല്ലെങ്കിൽ അവളെ ഇല്ലാതാക്കണം. ശരി, നീ എന്താ വെച്ചാൽ തീരുമാനിച്ചോ, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് അവന്തിക അവിടേക്ക് വരുന്നുണ്ട്. ഓ, ഏട്ടൻ ഇങ്ങനത്തെ ഇതിൽ പ്ലാൻ ഉണ്ടെങ്കിലേ കുറച്ച് സംഭവം ആ നന്ദൂന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കായിരുന്നു, അവളും തളർന്നു കിടന്ന എനിക്ക് സമാധാനമായേനെ. അതൊക്കെ പോട്ടെ മോളെ, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഏതായാലും നന്ദൂര് നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നന്ദു ഏതായാലും നവീനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് അഭി പറയുന്നുണ്ട്. അപ്പൊ അവന്തികയ്ക്ക് ചെറിയ സമാധാനമാവുന്നുണ്ട്, കാരണം അവരുടെ വിവാഹത്തിന് അധിക ദിവസം ഇല്ലല്ലോ, കൂടി വന്ന ഒരാഴ്ച, അത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവന്തിക വലിയ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല കേട്ടോ. അനഘേന ഒന്ന് മയക്കി കിടത്താൻ വേണ്ടി എന്തായാലും വഴി എന്ന് നമ്മുടെ അഭി ആലോചിക്കുകയാണ്. ശേഷം അഭി ജലജയും കൂടി ഒരു കാട്ടുവൈദ്യരെ കാണാൻ വേണ്ടി പോവാട്ടോ. കാരണം സംസാരിക്കാനും പാടില്ല, തളർന്നു കിടക്കുകയും വേണം. ഇനിയുള്ള ജീവിതകാലം മുഴുവനും അവൾ ഒരു ബാധ്യതയായി തീരണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തരികിട പരിപാടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടേക്ക് പോണത്. അവർ വിചാരിച്ച രീതിയിൽ ഒരു സംഭവം അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അവർക്ക് തന്നെയായിരിക്കും തിരിച്ച് പണിയാവാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അനഘക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പായസത്തിലാണ് അവരിത് കലക്കണത്.
നമ്മുടെ നയനക്കും നവ്യക്കും അതുപോലെ തന്നെ ദേവിയായിരിക്കും നന്നായിട്ട് അറിയാം ഇത് ജലജ പതിവില്ലാതെ അടുക്കളയിലേക്ക് കയറുമെന്ന്. അത് വേറെ ഒന്നിനുമല്ല, അനഘക്ക് കുടിക്കാനോ കഴിക്കാനോ വെക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ചേർക്കാനായിട്ട്. അതുകൊണ്ട് മൂന്ന് പേരുടെയും ഒരു കണ്ണ് അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ ജാനകിയും വിശ്വസിക്കാൻ പറ്റുമൊന്നുമില്ല. ജലജയുടെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്തത് അത് ജലജ എന്തായാലും അടുക്കളയിൽ വരുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. ജലജ പതിവില്ലാതെ അടുക്കളയിലേക്ക് വരുവാണ്. ഇതിലേതാണാവോ ആ അനഘക്കുള്ള പായസം? ഒരു കാര്യം ചെയ്യാം, പായസം താൻ തന്നെ സെർവ് ചെയ്യാം. അതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. അനഘക്കുള്ള പായസത്തിന്റെ ഗ്ലാസിന്റെ അടിയിലായിട്ട് ഈ പൊട്ടൊട്ടിച്ച് വെക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജയാണെങ്കിൽ നെറ്റിയിലുള്ള പൊട്ടെടുത്തിട്ട് ആ ഗ്ലാസിന്റെ അടിഭാഗത്ത് ഒട്ടിച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് പായസം എടുക്കണം. ആ പായസത്തിലാണ് ഈ പറഞ്ഞ സംഭവം ചേർത്തിരിക്കുന്നത്. ശേഷം എല്ലാവർക്കും പായസം വിതരണം ചെയ്തിട്ട് അതിനു മുമ്പ് ജലജ ആ പായസം അവിടെ വെച്ചിട്ട് ആരെങ്കിലും ഇത് കണ്ടോ എന്നൊക്കെ ഇവിടെ പുറത്തൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ അവിടെ വന്നിട്ട് ആ പായസത്തിൽ ആ ഒരു പൊട്ടെടുത്ത് മാറ്റി നല്ല പായസം അവിടെ വെക്കുകയാണ്. ഏട്ടാ മോശ പായസം എടുത്ത് മാറ്റുന്നുണ്ട്. സമയം കേട്ടെ ഇത് പറ്റുമെങ്കിൽ ആ ജലജനെ കൊണ്ടോ അവരുടെ മകൻ അബീനെ കൊണ്ടോ അല്ലെങ്കിൽ അവന്തികനെ കൊണ്ടോ കുടിപ്പിക്കണമെന്ന് മാത്രമേ നമ്മുടെ നവ്യ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ പായസം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമ്മുടെ അനഘക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പായസമൊക്കെ കുടിക്കുകയാണ്. പക്ഷെ അവൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോടാ എന്ന് ജലജ അബി എടുത്ത് പറയണ്ട്. അബി പറയണ്ട് ഇനി ആ കാട്ടുവൈദ്യൻ നമ്മളെ പറ്റിച്ചോ അമ്മേ? അങ്ങനെ ആവാൻ ചാൻസ് ഒന്നുമില്ല, നമുക്ക് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും റിസൾട്ട് വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കാട്ടോ. നവ്യാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജലജ കുടിച്ചോണ്ടിരുന്ന പായസം മാറ്റിയിട്ട് അവിടെ ഈ ഒരു പായസം വെച്ചു കൊടുക്കാട്ടോ. ആ പായസം കുടിക്കുന്നത് നമ്മുടെ ജലജയും അബിയും തന്നെയാണ്. അതെ, അവർക്ക് തന്നെയാണ് പണി കിട്ടാൻ പോണത്. അതായത് അവരിനെ അനഘക്ക് വേണ്ടി എന്തൊക്കെ പണി ഉണ്ടാക്കിയാലും അതൊക്കെ അവരുടെ തലയിൽ തന്നെ വീഴും. പിന്നെ അവരുടെ മകൾ അവന്തികയുടെ തലയിൽ വീഴും. അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, നന്ദുവിൻ്റെയും നവീൻ്റെയും വിവാഹമൊക്കെ അടുത്തു കേട്ടോ. നവീൻ വിചാരിക്കുന്നത് വിവാഹ പന്തലിൽ വെച്ചിട്ട് നവീൻ താലി കിട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നന്ദുവിനെ അരിയുടെ കൈകളിൽ ഏൽപ്പിക്കാം എന്നാണ് നവീൻ വിചാരിക്കുന്നത്. ആ സമയത്ത് ആരും എതിരൊന്നും പറയില്ലല്ലോ. വിവാഹത്തിന് സമയമായി, വിവാഹ മുഹൂർത്തത്തിന് സമയമാകുമ്പോൾ അരി വിവാഹം കഴിച്ചാൽ പെട്ടെന്ന് ആർക്കും ഒന്നും തീർക്കാൻ പറ്റില്ല. കാരണം നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഇവരുടെ കസ്റ്റമേഴ്സ്, അത് മൂർത്തിജോലിയുടെ വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സ്, ബിസിനസ്സുകാർ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നവീൻ ആ ഒരു സമയത്ത് നമ്മുടെ അരിയുടെ കൈകളിലേക്ക് നന്ദുവിനെ കൈ പിടിച്ച് കൊടുക്കാമെന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നന്ദു പോലും വിചാരിക്കില്ല തൻ്റെയും അതുപോലെ തന്നെ അരിയുടെ വിവാഹമാണ് നടക്കാൻ പോണത്. അവിടെ നടക്കാൻ പോകുന്നത് തൻ്റെ നവീൻ്റെ വിവാഹമാണ്. തൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി, തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ വിഷമിച്ചിരിക്കുകയാണ് നന്ദു. നന്ദുവിൻ്റെ വെപ്പുമുടിയൊക്കെ വെച്ച് കൊടുക്കണുണ്ടോ. നന്ദു ശരിക്കും ഒരു സുന്ദരിയാവുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ഭാഗങ്ങൾ നമുക്കിനി കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.